ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഗൈഡൻസ് മെസ്സേജ് എടുക്കുന്നുണ്ടെന്ന്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ആക്ച്വലി നിങ്ങൾക്ക് വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരുന്ന, നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ഒന്ന് ഡൗൺ ആയി പോകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് നല്ല അനുഗ്രഹം നിങ്ങൾക്ക് ഇന്ന് വരുന്നത് നോക്കാം. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ വരുന്ന കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് അനുഗ്രഹങ്ങളാണ് കിട്ടാൻ പോകുന്നത് നോക്കാം നമുക്ക് യൂണിവേഴ്സിൽ നിന്ന്. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നോക്കാം. ഇതൊരു പുതിയ ഡെക്കാണ്, ഞാനിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയുള്ള കാർഡ്സ് ഉണ്ട്. ചിലത് ഞാൻ മറക്കേണ്ടി വരും, സാരമില്ല. പക്ഷെ ബാക്കി കുറേ കാർഡ്സ് നല്ല ഭംഗിയുണ്ട്. ഓക്കെ, സോ പുതിയ ഡെക്കാണ്, നോക്കാം. ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർക്ക്, പക്ഷെ ഇത് ഇന്ത്യ കിട്ടുമെന്നും എനിക്കറിയില്ല. ഐഡിയലെസ് ടാരോ എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് കാർഡ് താല്പര്യമുള്ളവർക്ക് ആക്ച്വലി പേരുകൾ വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഒരാക്കിൾ മെസ്സേജ് കൂടി ഇതിൽ നിന്ന് എടുക്കാം. ഇന്നത്തെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നോക്കാം. അനുഗ്രഹങ്ങൾ എന്താ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ തരാൻ പോകുന്നത്, എന്ത് അനുഗ്രഹങ്ങൾ വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിലെ ചില ആഗ്രഹങ്ങളാണോ, എന്താ നടക്കാൻ പോകുന്നത് നോക്കാം. ആക്ച്വലി ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഇത് എൻ്റെ കയ്യിൽ സെയിം അല്ല, പക്ഷെ ഓൾമോസ്റ്റ് സെയിം വേറൊന്നുണ്ട്. ഞാൻ കൊടുക്കാൻ വെച്ചതുണ്ട്. ഇത് നമ്മളുടെ ഹോർമോണൽ ഇഷ്യൂസിന് പറ്റിയ ബ്രേസ്ലെറ്റ് ആണ്. ഇതിൽ റോസ് കോഡ്സ് ഉണ്ട്, മൂൺ സ്റ്റോൺ ആണ്. മൂൺ സ്റ്റോൺ നമ്മുടെ ഇമോഷൻസും ഹോർമോണൽ ചേഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, മെയിൻലി ഇമോഷൻസ്. കാരണം നമ്മൾ പീരിയഡ്സ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിലും ഇമോഷണൽ ആവുക, ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ആവുക, അങ്ങനെയൊക്കെ ആവുന്നവർക്ക് മൂൺ സ്റ്റോൺ ധരിച്ചാൽ നല്ലതാണ്. ആൻഡ് റോസ് കോഡ്സ് നമ്മൾ സെൽഫ് ലവ്, സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഇത് അമെത്തിസ്റ്റ് ആണ്. എൻ്റെ ഉള്ളതിൽ ഐ തിങ്ക് അമെത്തിസ്റ്റ് ഇല്ല, പക്ഷെ ഞാൻ ഇത് വേറൊന്നെടുത്താണ്. ആൻഡ് ഇത് നമ്മുടെ ഊനക്കൈറ്റ് എന്ന് പറയും. ഊനക്കൈറ്റ് ഒരു റൂട്ട് ചക്രയുടെ ഇതും പിന്നെ ഹോർമോണൽ ബാലൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഊനക്കൈറ്റ്. ഓക്കെ, ഹാർട്ട് ചക്ര, റൂട്ട് ചക്ര ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. ഇത് നമ്മളുടെ അഗെയിൻ പീരിയഡ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഇട്ടാൽ നല്ലതാണ്. ഐ തിങ്ക് ഇത് ഓൾമോസ്റ്റ് സിമിലർ ഒരു കോമ്പിനേഷൻ എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കാനുള്ളത് ഉണ്ട്. ലേഡീസിന് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഞാനത് എല്ലാം, ഞാൻ എപ്പോഴും പറയും ഞാൻ ബ്രേസ്ലെറ്റ്സിൻ്റെ കാര്യം ഇടണം എന്ന്, പക്ഷെ ഞാൻ എനിവേ ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. അപ്പം ഞാനിതിപ്പോൾ ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് ഹോർമോണൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഇടാൻ പ്ലാനും ഉണ്ട്. അപ്പം അതുപോലെ നിങ്ങൾക്കും ഇട്ട് നോക്കാം. ഓക്കെ, ഓക്കെ, നമ്മുടെ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സിനെ കുറിച്ച് നോക്കാം. ടു ഓഫ് സോഡ്സ് ആണ്, ജഡ്ജ്മെന്റ് കാർഡ്, ത്രീ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ്. നല്ല കാർഡ്സ്, നല്ല ഭംഗിയുള്ള കാർഡ്സ്. ക്വീൻ ഓഫ് കപ്സ്, ഇതാണ് പ്രശ്നം. ഇതിൻ്റെ വേൾഡ് കാർഡാണിത്. സോറി, വേൾഡ് കാർഡാണ്. Knight of Cups, Three of Pentacles, Hierophant, King of Cups, and Nine of Wands, Ace of Cups. Wow. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ് തരുന്നു എന്നല്ലേ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവാം. ഓക്കെ, ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്, അതിൽ നിങ്ങളൊരു തീരുമാനം എടുക്കണം, ചോയ്സ് എടുക്കണം. നിങ്ങൾ എന്താ വേണ്ടത് എന്നുള്ള ഒരു ഡെസിഷൻ. ഓക്കെ, രണ്ട് കാര്യങ്ങൾ, ഒന്ന് ജോലിയുടെ കാര്യമായിരിക്കാം. ആക്ച്വലി വേൾഡ് കാർഡും ത്രീ ഓഫ് വാൻഡ്സും ഉണ്ട് ഇവിടെ. സോ മേ ബി ഒരു യാത്രയുടെ കാര്യം പറയാം. ഒരു പുതിയ ജോലിയുടെ ഓഫർ കിട്ടിയിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ അതിൽ നിന്ന് ഏതാ എടുക്കേണ്ടത്, രണ്ട് ജോലി ഓഫർ വന്നിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾ അതിൽ ഏതാ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ചിലപ്പോൾ സ്ഥലം മാറി അബ്രോഡ് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്ഥലം മാറിപ്പോകേണ്ട ഒരാവശ്യം ഉണ്ടാവാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏതാ വേണ്ടത് എന്നുള്ളത്, പോണോ വേണ്ടേ എന്നൊക്കെ ഒരു ആലോചന ഉണ്ടാവാം. ദൂരെ മാറി പോണോ അങ്ങനെയുള്ള ചില ടെൻഷൻ കാണാം. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്കൊരു ഓഫർ വന്നായിട്ട് എനിവേ ഐ തിങ്ക് ഇവിടെ 2 സിനാരിയോ ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾക്ക് യെസ് ജോലിയുടെ കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. ചിലവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. അതായത് ഒരു ജോലിയുടെ ഓഫറും കിട്ടിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. സോ 2 തരത്തിൽ ചോയ്സിൻ്റെ കാര്യം നമുക്ക് അഗെയിൻ ഇവിടെ പറയാം. ആ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ടാവും, ബിക്കോസ് ഒരു ചോയ്സ് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഓക്കെ, ആ രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ജഡ്ജ്മെൻറ്റ് ടൈമാണ് എന്ന് പറയാം. ആക്ച്വലി നിങ്ങൾ ചോദിച്ച ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിപ്പോൾ നിൽക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ ആക്ച്വലി ഐ തിങ്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവില്ല. ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല ചോദിച്ചത്. ഒന്ന് റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ഒന്ന് കരിയറിൻ്റെ കാര്യം, ഒന്ന് ബിസിനസ്സിൻ്റെ കാര്യം, നിങ്ങൾ അങ്ങനെ പലതും നിങ്ങളുടെ മൈൻഡ് തന്നെ കൺഫ്യൂസ് ആയിരിക്കും. ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ എല്ലാം കൊണ്ട് നിർത്തി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യും എന്നുള്ളത് ഐ തിങ്ക് അത് നിങ്ങളുടെ കയ്യിലേക്ക് വിട്ട് തന്നിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ചോയ്സ് നിങ്ങൾ സഹായം ചോദിച്ചതാണ് യൂണിവേഴ്സിനോട്. ഓക്കെ, പക്ഷേ സഹായം ചോദിച്ചത് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കാൻ പറ്റുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കുറേ കൊണ്ടുവന്ന് തന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയുന്നില്ല അതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത്. ഐ തിങ്ക് നിങ്ങൾക്കറിയുന്നില്ല. ഓക്കെ, അനുഗ്രഹം ശരിക്കും പറഞ്ഞാൽ യെസ് അത് ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ചൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എല്ലാം കൊണ്ടുവന്ന് തന്നു. പക്ഷേ ഐ തിങ്ക് ഇപ്പം നിങ്ങൾ ഒരു ചെറിയ കൺഫ്യൂഷൻ കാണുന്നുണ്ട്. ഐ തിങ്ക് ബ്ലെസ്സിങ് എന്ന് പറയുമ്പോൾ അത് ജോലി വേണ്ടവർക്ക് ജോലി എന്തായാലും ഉണ്ട്. ആൻഡ് ഇവിടെ റിലേഷൻഷിപ്പ് കാര്യം കൂടി കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ആണ് ആൻഡ് ക്വീൻ ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. സോ ഒരു മാരേജിൻ്റെ ഓഫർ, ചിലവർക്ക് ഒരു മാരേജ് ഓഫർ, കമ്മിറ്റ്മെൻറ്റ് ഓഫർ വന്നിട്ടുണ്ട്. അതും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും എന്ന് പറയാം. വരാൻ പോകുന്ന അനുഗ്രഹം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഇതെല്ലാം ആവണമെന്നില്ലല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു പാർട്ട്ണർ, നിങ്ങളുടെ ലൈഫിലൊരു വ്യക്തി, ഒരാളെ തന്നെ ചോദിച്ചതാണെങ്കിലും ശരി, നിങ്ങൾക്ക് സ്നേഹം വേണം, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടൊരു പാർട്ട്ണർ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഹൈറോഫൻ്റ് അഗെയിൻ ഇവിടെ ഉണ്ട്. സോ മേ ബി അത് നമ്മൾ മാരേജ് എന്ന രീതിക്ക് പറയാം, അല്ലെങ്കിൽ ഈശ്വരൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയാം. ഓക്കെ, അതുമാത്രമല്ല ആക്ച്വലി അപ്രൂവൽ എന്ന കാര്യങ്ങൾ പറയാം. നമ്മൾ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പുറത്തൊക്കെ പോകാൻ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിസ കാര്യങ്ങളോ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് അതിൻ്റെ അപ്രൂവൽ വരും. ഓക്കെ, ഹയർ അതോറിറ്റീസിന് നമുക്ക് കിട്ടാനുള്ള പെർമിഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ലീഗലി ശരിക്കും ആരെങ്കിലും മാരേജിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് ആ മാരേജ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ സ്പിരിച്വൽ ആവുന്ന കാര്യം കൂടി ഇവിടെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ഐ തിങ്ക് മേ ബി അതുകൊണ്ടായിരിക്കാം ജഡ്ജ്മെൻറ്റും പറയുന്നവിടെ യൂണിവേഴ്സ് എവിടെയോ നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുവാണ്. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടായിട്ടാണ് യൂണിവേഴ്സ് ഇത് തരുന്നത്. പക്ഷേ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ്റെ കാര്യം മാത്രം എനിക്ക് കാണുന്നുണ്ട്. മൈൻഡ് ബ്ലോക്കേജ്. നിങ്ങൾക്ക് ഈ അനുഗ്രഹം ഇപ്പോൾ സപ്പോസ് വരുന്നില്ല എന്ന് വിചാരിച്ചോളൂ. ഏസ് ഓഫ് കപ്സ് അഗെയിൻ നമ്മൾ അനുഗ്രഹങ്ങളുടെ കാര്യമാണ് പറയുക. ബ്ലെസ്സിങ്സ് ആണ്, ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. നിങ്ങളുടെ മനസ്സ് ശരിക്കും നമ്മൾ ഇമോഷണലി അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നു എന്നാണ് പറയാം. പക്ഷെ അത് തടസ്സം വരുന്നുണ്ടെങ്കിൽ, അതിലൊരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൻ്റെ കൺഫ്യൂഷനാണ്. ഇപ്പം അത് നിങ്ങൾക്ക് ഈ ബ്ലെസ്സിങ് എല്ലാം തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്. യൂണിവേഴ്സ് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ബ്ലെസ്സിങ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കരിയറിൻ്റെ കാര്യത്തിൽ ചിലവർക്ക് അബ്രോഡ് പോകണമെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും കേട്ടോ, എല്ലാവർക്കും എല്ലാം കൂടി വരില്ലല്ലോ. ചിലവർക്ക് 1-2 സിറ്റുവേഷൻ ഒന്നിച്ച് വന്നിട്ടുണ്ടാവും, അതിൻ്റെ കൺഫ്യൂഷനും ആയിരിക്കാം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ജോലി കരിയർ വേറെ എവിടെയെങ്കിലും പോകാൻ കിട്ടി, അതേസമയം നിങ്ങളിപ്പോൾ ഒരു മാരേജിൻ്റെ കാര്യം വന്നു, രണ്ടും കൂടെ വന്ന ആ ഒരു കൺഫ്യൂഷൻ അല്ലേ. ഓക്കെ, അങ്ങനെ ഒരു ചെറിയ ടെസ്റ്റ് ആയിരിക്കാം യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. നിങ്ങളൊരു ചോയ്സ് എടുക്കണം എന്നുള്ളത് പറയാം. ഞാൻ ഇവിടെ യാത്രയുടെ കാര്യം പറയാം. നിങ്ങൾക്ക് സൈക്കിൾസ് വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദാറ്റ് നമ്മളൊരു പുതിയ ബിഗിനിങ് എന്ന രീതിയിൽ പറയും. ഓക്കെ, പുതിയ തുടക്കം, പുതിയ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ അത് വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഒരു തടസ്സം ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വരുന്നതിന് ഒരു തടസ്സം നിങ്ങളുടെ മൈൻഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ മൈൻഡാണ് കൺഫ്യൂസ്ഡ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിരിക്കും. ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾ തീരുമാനിക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തും നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇവിടെ എനിക്ക്. ഏസ് ഓഫ് കപ്സിനപ്പുറം നമുക്ക് വേറെ ആഗ്രഹങ്ങളുടെ കാര്യത്തിനും നമ്മൾ ഫുൾഫിൽമെൻറ്റും സന്തോഷത്തിൻ്റെയും കാര്യത്തിനും നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഏസ് ഓഫ് കപ്സ് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇമോഷൻസ് ഒഴുകുക, എന്താ പറയുക, ഫീലിങ്സ് ഒഴുകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്രയും ഹാപ്പിനെസ് എന്ന രീതിക്ക് നമുക്ക് പറയാം.
ഓക്കെ, അത് നിങ്ങൾ പക്ഷേ ഒരു നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്, നിങ്ങളായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്. ഞാൻ ഐ തിങ്ക് ഇത് ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇവിടെ തടസ്സം വരുന്നത് നിങ്ങളുടെ മൈൻഡ് ക്ലിയർ അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ള ഫോക്കസ് നിങ്ങൾ ഒന്നിലേക്ക് കൊണ്ടുവരിക, ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി, യെസ് നമുക്ക് ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്, ജോലിയും വേണം, മാരേജും വേണം, ഫ്രണ്ട്ഷിപ്സും വേണം, ബിസിനസ് വേണം, എല്ലാം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒന്ന് സമാധാനമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നോക്കുക, ഇപ്പോൾ പ്രയോറിറ്റി എന്താണ്. ഓക്കെ, ആദ്യം ഇപ്പോൾ കല്യാണം, ഒരു മാരേജ്, റിലേഷൻഷിപ്പ് എന്ന് ആലോചിക്കുന്നു എന്ന് വിചാരിക്കൂ. അതിന് മുമ്പ് നിങ്ങൾ സ്റ്റേബിൾ ആണോ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സ്റ്റേബിൾ ആണോ, നിങ്ങളുടെ ലൈഫ് ഒരാൾ പാർട്ട്ണറെ കൊണ്ടുവരാൻ പാകത്തിൽ നിങ്ങൾ സ്റ്റേബിൾ ആണോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി ശരിക്കും എന്തിനാണ് കൊടുക്കേണ്ടത്, ജോലിക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ രീതിക്ക് അല്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം റെഡിയാണ് നിങ്ങൾ, ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാരേജിൻ്റെ കാര്യത്തിന് ആഗ്രഹിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പുറമേ പോകാനുള്ള കാര്യം, അത് നിങ്ങൾക്കിപ്പോൾ സപ്പോസ് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യണം, പഠിക്കാൻ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നിങ്ങളുടെ ബാക്കിലേക്ക് നിങ്ങളെ വലിക്കരുത്. ദറ്റ് ഓക്കെ, എനിക്ക് ഇവിടെ നാട് വിട്ട് പോകേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യം നിങ്ങളെ പിന്നോട്ട് വലിക്കരുത്. ഓക്കെ, നിങ്ങൾ തയ്യാറാവണം, എന്തിനും നിങ്ങൾ മനസ്സ് തയ്യാറായിട്ട് വേണം അങ്ങനെ നിൽക്കാൻ. സോ ആ രീതിയിൽ ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡാണ് ആദ്യം ക്ലാരിറ്റി വേണ്ടത്. നിങ്ങൾ ആദ്യം തീരുമാനിക്കുക എന്താ നിങ്ങൾക്ക് വേണ്ടത്. ആൻഡ് വേറെന്തോ ഞാൻ പറയാൻ വന്നു, യെസ്, അർഹതയുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് എപ്പോഴും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മളെ സന്തോഷങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്, ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും ഞാനിത് അർഹിക്കുന്നുണ്ടോ. എന്തെങ്കിലും കിട്ടുമ്പോൾ കൂടിയിട്ട് എന്തെങ്കിലും ഒരു ഓഫർ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മുടെ മൈൻഡാണ് കൺഫ്യൂസ്ഡ്, ഇത് എനിക്ക് അർഹതപ്പെട്ടതാണോ എനിക്ക് കിട്ടുന്നത് എന്ന് നമ്മൾക്ക് തന്നെ വിശ്വാസമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കാര്യം, അതായത് ഞാൻ അർഹിക്കുന്നതാണ് എനിക്ക് വരുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസം കൊണ്ടുവരിക. ദൈവം തന്നതാണ്, യൂണിവേഴ്സ് തന്നതാണ്, ഞാനത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു, എനിക്ക് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു, ധൈര്യത്തോടെ ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്നൊക്കെ. കാരണം നമ്മൾ അർഹിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, ശരിക്കും ചെയ്യാൻ പറ്റുമോ, ആ കാര്യം, ആ പ്രശ്നം, ഈ പ്രശ്നം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്. സോ അങ്ങനത്തെ മൈൻഡ് കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഓപ്പണായിട്ട് എന്ത് വന്നാലും നിങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളുടെ മൈൻഡ് തയ്യാറാണെങ്കിൽ ഉണ്ടല്ലോ, യൂണിവേഴ്സ് എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. ഓക്കെ, സോ മൈൻഡ് പോസിറ്റീവ് ആക്കുക. ആദ്യത്തെ കാര്യം, ചോയ്സ് നിങ്ങൾ എടുക്കുക എന്താ വേണ്ടതെന്ന്. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എല്ലാ ബ്ലെസ്സിങ്ങും ഉണ്ട്. ഓക്കെ, ഓൾറെഡി വരാൻ പോകുന്നത് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സ് തയ്യാറാണ്, ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ കൈനീട്ടി സ്വീകരിച്ചാൽ മാത്രം മതി. ഓക്കെ, സ്വീകരിക്കാൻ തയ്യാറാവുക എന്ത് കിട്ടിയാലും. അത് എത്ര ചെറുതോ ആയിക്കോട്ടെ വലുതോ ആയിക്കോട്ടെ, ചെറുതോ വലുതോ എന്ന് നിങ്ങൾ നോക്കരുത്. എന്ത് വന്നാലും അത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണ്ട് 2 കൈ നീട്ടി സ്വീകരിക്കാം. ഓക്കെ, അതിന് നന്ദി പറയാം എപ്പോഴും. സോ എന്തായാലും ഇവിടെ കാണുന്നത്, ചിലവർക്ക് ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരും, ചിലവർക്ക് യാത്രയുടെ വേണമെങ്കിൽ അങ്ങനെ അബ്രോഡ് പോകാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ചിലവർക്ക് അത് വരുന്നുണ്ട്, ചിലവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ അതും വരുന്നുണ്ട്. അല്ലെങ്കിൽ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ലൈഫിൽ എന്നും പറയാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്നേഹത്തോടെ കെയറോടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ നിങ്ങളെ മാരേജ് എന്ന രീതിയിലും നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് പാർട്ട്ണർ എന്ന രീതിയിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, യൂണിവേഴ്സിനോട് വളരെ ക്ലിയർ ആയിട്ട് പറയുക എന്താണ് ആദ്യത്തെ പ്രയോറിറ്റി, എന്താണ് ആദ്യത്തെ ആഗ്രഹം, നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുക, അത് നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും. ഓക്കെ, സോ എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ചില സൈക്കിൾസ് മാറി വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ ഇന്ന് കേട്ടിട്ട്, ഒന്നാമത് ഞാൻ മെയിൻ്റെ കാര്യം മറ്റേ ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, മെയ് മന്തിൽ ചേഞ്ചസ് ഉണ്ടെന്ന്, 5 നമ്പറാണ് ചേഞ്ച് ആണെന്ന്. അത് മാത്രമല്ല ജൂൺ ഒരു പകുതിയുടെ അടുത്തായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേറെ സ്ഥലത്ത് കണ്ടതാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നോക്കിയില്ല. പക്ഷെ എന്തൊക്കെയോ ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ, കാർമിക് സിറ്റുവേഷൻസ് പലതും എൻഡ് ആവാനും, കാർമിക് കാര്യങ്ങൾ എന്തൊക്കെയോ നമ്മുടെ ലൈഫിൽ നല്ലത് വരാൻ പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒന്നുകൂടി ബാക്കി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് ഞാൻ ഒരു ദിവസം പറയാം. ജൂൺ ഫസ്റ്റ് വീക്കിന് ശേഷം എന്തോ ആണ് കണ്ടത്. അപ്പം എന്തൊക്കെയോ ചേഞ്ചസ് ലൈഫിൽ വരുന്ന ഒരു സമയമാണ് ഐ തിങ്ക് മെജോറിറ്റി ആൾക്കാർക്ക്. എന്തായാലും നമുക്കത് നല്ലതായിട്ട് പ്രതീക്ഷിക്കാം അല്ലേ. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജസ് കൂടി നോക്കാം. ഏഞ്ചൽ, നമ്മൾ എന്തായിരുന്നു ഇന്നത്തെ നമുക്ക് അനുഗ്രഹം കിട്ടാൻ പോകുന്നത്, മിറക്കിൾസ്, ബ്ലെസ്സിങ്സ് അല്ലേ. ഓക്കെ, സെൻറ്റൻസ് കൂടി നോക്കൂ, ഞാനിപ്പോഴും ശ്രദ്ധിച്ച്. ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് എക്സ്പെക്ട് എ മിറക്കിൾ. നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. നിങ്ങൾ എന്തും കിട്ടിയാൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുക. നിങ്ങൾ എന്ത് ചോദിച്ചോ അത് തരാൻ റെഡി ആയിട്ടാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കാൻ പക്ഷെ 2 കൈയും നീട്ടി നിങ്ങൾ നിൽക്കണം. ഓക്കെ, നിങ്ങൾ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കൂ. ഓക്കെ, തീരുമാനിച്ച് ഉറപ്പിക്കൂ, അത് കിട്ടിയിരിക്കും. മണി, ഫൈൻഡ് എ വേ ടു അബണ്ടൻസ്. നിങ്ങൾക്ക് മണി അബണ്ടൻസ് വരുന്നുണ്ട്.
ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഡ്രാഗൺ ഫ്ലൈ, ലിവ് ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക എപ്പോഴും നിങ്ങൾ. ഓക്കെ, എന്തുണ്ടെങ്കിലും നിങ്ങൾ അതിനെ എൻജോയ് ചെയ്യാൻ പഠിക്കുക. നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർത്തോർത്ത് വെറുതെ വിഷമങ്ങൾ വെച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഉള്ളതിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പഠിക്കുക. മെമ്മറീസ്, ചെറിഷ് ദ മെമ്മറീസ് ഓഫ് ലവ്ഡ് വൺസ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവാം, നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടാവാം, എന്തെങ്കിലുമൊക്കെ പഴയ മെമ്മറീസിൽ നിങ്ങൾ ഇരിക്കുമായിരിക്കാം. പക്ഷേ പഴയ മെമ്മറീസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട അതാണ്, മറ്റേ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം, അതിൽ തന്നെ അങ്ങനെ ഇരുന്ന് പോകരുത്. ഓക്കെ, റെസിലിയൻസ്, റൈസ് അബവ് ട്രബുലേഷൻസ് എന്ന് വെച്ചാൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മേലെ നിങ്ങൾ ഉയരാൻ നിങ്ങൾക്ക് കഴിയും. ആർക്കേഞ്ചൽ റഫായൽ, പ്രൊവൈഡർ ഓഫ് ഹീലിംഗ് ഫോർ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. ഓക്കെ, ആർക്കേഞ്ചൽ റഫായൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്ന ആർക്കേഞ്ചൽ ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് യൂണിവേഴ്സ് എന്ന രീതിയിൽ എടുത്തോളൂ. ഓക്കെ, യൂണിവേഴ്സ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ എല്ലാം ഹീൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നാണ് പറയുന്നത്. എൻലൈറ്റൻമെൻറ്റ്, പെർസ്യൂ സ്പിരിച്വൽ ഗ്രോത്ത്. ഓക്കെ, ചിലവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി മെഡിറ്റേഷനോ പ്രാർത്ഥനയിലേക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. എപ്പോഴും മൈൻഡിൽ ഒരു പ്രാർത്ഥന നിങ്ങൾ വെക്കുക. നിങ്ങളുടെ എന്ത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഒരു വാക്ക് ആക്ച്വലി എനിക്കറിയുന്നത്, നമ്മൾ പറയില്ലേ ഒരു വേർഡ്, അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു നാമജപം ടൈപ്പ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമുക്ക് എത്ര എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. ഓം നമഃ ശിവായ, അല്ലെങ്കിൽ നാരായണായ നമഃ, അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഒന്നുണ്ട്, അൽഹംദുലില്ലാ എന്ന്. ഓക്കെ, അത് ആ ഒരു വാക്കിന് തന്നെ ഒരു വല്ലാത്തൊരു പവറാണ്. ഓക്കെ, അതിൽ അൽഹംദുലില്ലയുടെ മീനിങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ ശരിയായില്ലെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ. ഓക്കെ, എനിക്കറിയുന്നത് ഞാൻ പറയാണ്. നമ്മൾ വേദനയ്ക്ക് പോലും നന്ദി പറയണം എന്നാണ്. എനിക്ക് ആ മീനിങ് എനിക്ക് വലിയ ഇഷ്ടമായി. എനിക്കത് കേട്ടപ്പോൾ ശരിക്കും എനിക്കിപ്പോൾ അത് പറയുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഫീലിങ്ങോടെയാണ് ആ ഒരു വാക്ക്. നമ്മൾ ആ വേദനയ്ക്ക് പോലും നന്ദി പറയണം എന്നൊരു അർത്ഥമാണ്. അപ്പോൾ അത് നന്ദി പറയാം, എല്ലാത്തിനും നമ്മൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം. താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവത്തിനോട്, യൂണിവേഴ്സിനോട്. ഓക്കെ, നമ്മൾ എന്താണ് ഒരു ചാൻറ്റിങ് എപ്പോഴും നമ്മുടെ മനസ്സിൽ, എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ലൈഫിൽ. എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ പറയില്ലേ, ഒരാളുണ്ട് അവിടെ, എവിടെയോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ, അത് നിങ്ങളെയൊക്കെ മുന്നോട്ട് സഹായിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ. നന്ദി. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.